പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മശക്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയത്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. 18-ാം സങ്കീർത്തനം 1-ാം വാക്യം ദാവീദ് പാടുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ശക്തിയുടെ ഉറവിടമേ. ദാവീദിന് ശക്തിയുണ്ട്. ആ ശക്തിയുടെ ഉറവിടമേ. എന്താണ് ദാവീദിൻ്റെ ശക്തി? ദാവീദ് വർണ്ണിക്കുന്ന ശക്തി എന്താണ്? ദാവീദ് രാജാവാണ് ഇസ്രായേലിൻ്റെ. ആ ശക്തിയാണ്. വലിയ സൈന്യനിരയുണ്ട്. ആ ശക്തിയാണ്. സ്ഥാനമാനങ്ങളുണ്ട്, കഴിവുകളുണ്ട്, ആരോഗ്യമുണ്ട്. ആ ശക്തിയാണ്. സമ്പത്തുണ്ട്. ആ ശക്തിയാണ്. ആ ശക്തിയെക്കുറിച്ചാണ് എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്ന കർത്താവോട് പറയുന്നത്. അല്ല, രാജാവാകുന്നതിന് മുന്നേ അപ്പൻ്റെ ആടുകളെ മേച്ച് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. ആട്ടിടയൻ. അന്ന് ദൈവത്തെ ആരാധിച്ച് പാടി സ്തുതിച്ച് അപ്പോൾ ലഭിച്ചൊരു ശക്തിയുണ്ട്. ആ ശക്തിയാൽ നിറഞ്ഞ ആടുകളെ സ്നേഹിച്ച് മേച്ച് നടന്നു. ആടുകളെ ആക്രമിക്കാൻ വരുന്ന സിംഹങ്ങളെ അടിച്ചു വീഴ്ത്തി. പിന്നീട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്ന ഗോലിയാത്ത് എന്ന മല്ലനടിച്ചു വീഴ്ത്തി. ഇസ്രായേലിന്റെ രാജാവായി മാറി. ഇതൊക്കെ പ്രവർത്തിക്കുവാൻ അവനിൽ പ്രവർത്തിച്ചൊരു ശക്തിയുണ്ട്. കർത്താവിൻ്റെ ശക്തി, അപരിമേയമായ ശക്തി. ഈ ശക്തിയുടെ ഉറവിടമാണ് കർത്താവ്. അവനെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ശക്തിയെക്കുറിച്ച് അറിവ് വേണം. എന്താണ് ഈ കാലഘട്ടം നടക്കുന്നത്? കൊലപാതകം, വ്യഭിചാരം, എവിടെ അക്രമങ്ങൾ. നമ്മുടെ മനസ്സ് തകരുകയാണല്ലേ. നമ്മുടെ മക്കളും വളരുകയാണ്. ചുറ്റുഭീതിയാണ്. എല്ലാ മാതാപിതാക്കളും പേടിയുണ്ട്. എല്ലാവരിലും. എന്ത് ചെയ്യും? ഈ ശക്തി അറിഞ്ഞിട്ടില്ല മക്കൾക്ക് വേണ്ടി പണം സമ്പാദിച്ചു. അവർക്ക് എല്ലാ അറിവും കൊടുത്തു. വിദേശത്തേക്ക് അയച്ചു, പലർത്തേക്ക് അയച്ചു. പോരാ, നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. കർത്താവിന്റെ ശക്തിയെ കൊടുത്തിട്ടില്ല. ഈ ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ ശക്തി നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അവരും പ്രാർത്ഥിച്ചിട്ടില്ല. ഈ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപരിമേയമായ ശക്തി. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്കെഴുതിയ ലേഖനം 1-19 വാക്യം ഈ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. അവന്റെ പ്രാപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായി നമ്മിലേക്ക് പ്രവഹിക്കുന്ന ഈ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രം വ്യക്തമാകട്ടെ. ഈ ശക്തിയാണ് ക്രിസ്തുവിനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചത്. ഈ ശക്തിയാണ് പിതാവിന്റെ വലതുഭാഗത്ത് ക്രിസ്തുവിനെ ഉയർത്തിയിരുത്തിയത്. ഈ ശക്തിയാണ് ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും ശക്തികൾക്കും എല്ലാ നാമങ്ങൾക്കുപരി അവരെ ഭൂഷിഷ്ടനാക്കിയത്. ഈ ശക്തിയാണ് നമ്മുടെ മേലുള്ളത്. ഈ ശക്തിയാണ് മക്കൾ കൊടുക്കേണ്ടത്.